ഞാൻ കുട്ടികൾക്കുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്ക് പോപ്സിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ ഇന്നിത് കേക്ക് വെച്ചിട്ടല്ല ഈ പോപ്സ് റെഡിയാക്കി എടുക്കുന്നത്. കേക്ക് ആകുമ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കണം, പിന്നെ അത് പോപ്സൊക്കെ ആക്കി എടുക്കാൻ കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പം ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് വെച്ചിട്ടുള്ള പോപ്സ് റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡ് പോപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്ര ഡീപ്പായിട്ട് സൈഡ് കളഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ഹാർഡായിട്ട് വരുന്ന കുറച്ച് കട്ടിയുള്ള ഭാഗമുള്ളത് അതൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഈ ബ്രെഡൊക്കെ നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ പിച്ചിയിട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒരുപാട് അങ്ങോട്ട് പൊടിയാക്കി എടുക്കണ്ട, ഇങ്ങനെ കൈയോടെ തന്നെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫ്രഷ് ബ്രെഡൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് തിരുമ്മി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ദാ ഇതുപോലെ അങ്ങോട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി പൊടിച്ചെടുത്ത ബ്രെഡിൽ നിന്ന് ഞാൻ പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് 2 ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലും പിന്നെ ബാക്കി പകുതി വാനില ഫ്ലേവറിലും. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഒരു ഫ്ലേവറേ വേണ്ടുമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ്, അതായത് വൈറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി പാലിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മൈക്രോവേവിൽ വെച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വാനില ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ വൈറ്റ് ചോക്ലേറ്റ് ക്രീം നമ്മൾ നേരത്തെ പകുതിയാക്കി വെച്ച ആ ബ്രെഡിൽ നിന്ന് ഒരു പകുതിയിലോട്ടേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മുഴുവൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെ കുറേശ്ശെ ആവശ്യത്തിന് മാത്രം നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കീറലൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഇതിൽ വൈറ്റ് ക്രീം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള പകുതി ബ്രെഡ് പൊടിച്ചതിലേക്ക് ഞാൻ ന്യൂട്ടല്ലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി കുക്കിംഗ് ചോക്ലേറ്റ് വേണമെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ന്യൂട്ടല്ല ചേർക്കുന്നത്. ന്യൂട്ടല്ല ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും, പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ന്യൂട്ടല്ല ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 2 ഫ്ലേവറിലുള്ള മിക്സ്ചറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാനില ഫ്ലേവറും പിന്നെ ചോക്ലേറ്റ് ഫ്ലേവറും. അപ്പം ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും നല്ല സ്മൂത്തായിട്ട് ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം ഡാർക്ക് കുക്കിംഗ് ചോക്ലേറ്റും അതുപോലെ തന്നെ 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മൈക്രോവേവിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സെക്കൻഡ് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വേണം മൈക്രോവേവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ രണ്ടും മൈക്രോവേവിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ചൂടോടുകൂടെ നമ്മൾ ഇതിലേക്ക് പോപ്സ് ഇട്ട് കൊടുക്കാൻ പാടില്ല, ഒന്ന് ചൂടാറണം. ഇനിയിപ്പം നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് പോപ്പ് സ്റ്റിക്സ് ആവശ്യമുണ്ട്. ഇനി പോപ്പ് സ്റ്റിക്സ് ഇല്ലെങ്കിൽ ഇതിന് പകരം ബാർബിക്യൂ സ്റ്റിക്സ് കിട്ടുമല്ലോ ചെറിയ സൈസിൽ, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ പോപ്പ് സ്റ്റിക്ക് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബോൾസിലൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം. അപ്പം അധികം താഴോട്ടങ്ങ് പോകണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
ഇങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ഡ്രൈ ആകുന്ന സമയത്ത് നമ്മുടെ സ്റ്റിക്ക് ഈ ബോൾസിൽ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ബോൾസ് അങ്ങോട്ട് ഊരിപ്പോവും. ഇനി ഈ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ആകണം, എങ്കിൽ മാത്രമേ ഇതിൽ സ്റ്റിക്കായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ബ്രെഡ് പോപ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇതുപോലുള്ള ചെറിയൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഈസി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പം അധികമുള്ള ആ ചോക്ലേറ്റ്സൊക്കെ ഒന്ന് നമുക്ക് താഴോട്ടേക്ക് പോയി കിട്ടും. എന്നിട്ട് ഇതുപോലുള്ള തെർമോക്കോൾ ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതൊന്നിങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി. ഈ തെർമോക്കോൾ ഇല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്താലും മതി. തെർമോക്കോൾ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുത്തി വെച്ചാൽ ആ ഷേപ്പിൽ തന്നെ ഒന്ന് കിട്ടും. ഇനി ഇതുപോലെ സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം, എങ്കിലേ ഇതിലിങ്ങനെ സ്റ്റിക്കായിട്ട് കിടക്കുള്ളൂ. ഇനിയിപ്പോൾ ഒരു മാർബിൾ എഫക്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു മാർബിൾ എഫക്റ്റൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഒന്ന് ഉറച്ചെന്നൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് ചൂടാറിയിട്ട് വേണം നമ്മൾ പോപ്സ് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് പോപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് ഉറച്ച് കിട്ടും. പിന്നെ നമുക്കിത് എത്ര സമയം വേണമെങ്കിലും പുറത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കും. അകത്ത് നമ്മുടെ ചോക്ലേറ്റും പിന്നെ പുറത്ത് ആ വൈറ്റ് കോട്ടിംഗ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള കേക്ക് പോപ്സ് റെഡിയാക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരാവശ്യമുള്ളതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ചെയ്തത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പകുതി വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ബ്രെഡാണ് എന്നൊന്നും മനസ്സിലാവില്ല. അതുപോലെ തന്നെ ന്യൂട്ടെല്ലൻ്റെ ഫ്ലേവർ കൊടുത്തത് നല്ല ടേസ്റ്റിയാണ്. രണ്ടും ടേസ്റ്റി തന്നെയാണ്. പിന്നെ ന്യൂട്ടെല്ലൻ്റെ ഫ്ലേവർ ആകുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കേക്കിന് പകരം ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ബ്രെഡ് പോപ്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.